അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിന് പിന്നാലെ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ ബിജെപി എംഎൽഎമാരടക്കം വോട്ട് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാജി. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചന കൂടി ഡൽഹിയിൽ നിന്ന് വരികയാണ്. ആർ കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. കിരൺ, അക്ഷരാർത്ഥത്തിൽ മണിപ്പൂർ കത്തുമ്പോൾ നോക്കി നിന്നൊരു സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. ഒടുവിൽ 1.5 വർഷത്തിന് ശേഷം ഗത്യന്തരമില്ലാതെയായിരുന്നു ഈ രാജി എന്ന് പറയാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം ഭയന്നുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ബിജെപി കടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും, അല്ലേ? ആര്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. മണിപ്പൂർ കലാപത്തിൽ കത്തിയമരുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇന്ത്യക്കാകും ലോകത്താകമാനം വലിയ വാർത്തകളൊക്കെ വരികയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ പാർപ്പിടവും ജീവിതാവസ്ഥയും എല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടും വർഷങ്ങളോളം പലതവണ ആവർത്തിച്ച ഈ മണിപ്പൂർ കലാപത്തിനിടയിൽ പലതവണയും ബിരേൻ സിംഗിന്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷവും ബി.ജെ.പിക്കുള്ളിലും ഒക്കെ വലിയ ആവശ്യമുയർന്നാണ്. അന്നെല്ലാം ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു, മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ തന്നെ 12ഓളം വരുന്ന ബി.ജെ.പി എം.എൽ.എമാർ അവരെല്ലാവരും കുക്കി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പ്രധാനമായും ഈ മണിപ്പൂർ കലാപത്തിൽ കൂടുതൽ ഇരയാക്കപ്പെട്ട വിഭാഗം എന്ന നിലയ്ക്ക് കുക്കി വിഭാഗത്തിലുള്ള ആളുകൾക്ക് സർക്കാർ കലാപകാരികൾക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ള വലിയ തോന്നലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം കലാപകാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന്റെ പല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കുക്കി വിഭാഗം അതിശക്തമായി തന്നെ നിലപാട് സ്വീകരിക്കുകയും അവർ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും എന്ന മട്ടിലേക്കടക്കം തീരുമാനം നീങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ശേഷം കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിന് ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്ന് പിന്തുണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അവിടുത്തെ കോൺഗ്രസിന്റെ പി.സി.സി അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിൽ മണിപ്പൂരിലെ മന്ത്രിസഭയിൽ ബി.ജെ.പിക്ക് 60 അംഗ എം.എൽ.എമാരുള്ളതിൽ 32 പേരാണ് ബി.ജെ.പിക്ക് മാത്രമുള്ളത്. ബി.ജെ.പിയുടെ 32 എം.എൽ.എമാർക്ക് പുറമെ തന്നെ ജെ.ഡി.യുവിന്റെ 6 എം.എൽ.എമാരും സ്വതന്ത്രന്മാരുടെ 3 എം.എൽ.എമാരുടെ അടക്കം പിന്തുണ നിലവിൽ ഈ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിനെ അട്ടിമറിക്കുക, ബി.ജെ.പി വോട്ടുകൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഒരു പ്രമേയം വിജയിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. പക്ഷേ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ 12 എം.എൽ.എമാർ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതോടെയാണ് ശരിക്കും വെട്ടിലായത്. നേരത്തെ ഈ മണിപ്പൂരിൽ അവരെ പിന്തുണച്ചിരുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ 7 എം.എൽ.എമാരും കുക്കി പീപ്പിൾസ് അലയൻസിന്റെ 2 എം.എൽ.എമാരുള്ള 9 എം.എൽ.എമാർ നേരത്തെ പിന്തുണ പിൻവലിച്ചിരുന്നു. അവർ പിന്തുണ പിൻവലിച്ചപ്പോഴും ഈ 32 പ്ലസ് മറ്റുള്ളവരുടെ ഈ 8 എം.എൽ.എമാരെയും കൂടി ചേർത്ത് 40ഓളം എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പായതുകൊണ്ട് ബിരേൻ സിംഗിന്റെ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായ ഭീഷണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ ബിരേൻ സിംഗിന്റെ രാജി നേരത്തെ മുതൽ ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം എം.എൽ.എമാർ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ തങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ള നിലപാടിലേക്ക് ഈ എം.എൽ.എമാരടക്കം നീങ്ങി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് മറ്റെന്ത് പ്രത്യാഘാതമുണ്ടായാലും അതിന് മറികടന്നുകൊണ്ട് തങ്ങൾ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും എന്നുള്ള നിലപാടിലേക്ക് വന്നു. അങ്ങനെ ഒരു സന്ദേശം ഈ എം.എൽ.എമാരുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടിയാണ് ഇതുവരെയും ബിരേൻ സിംഗിനെ സംരക്ഷിച്ചിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാദിനെ അദ്ദേഹം ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് ഇന്ന് രാവിലെ ബിരേൻ സിംഗ് ഡൽഹിയിലെത്തി ജെ.പി. നദ്ദയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങി മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറിയത്. അവിടെ രാജിക്കത്തിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹം രാജി നൽകിയ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ രാജിക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് മണിപ്പൂരിന് വേണ്ടി നിരവധി സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്തും ബിരേൻ സിംഗ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 വർഷക്കാലമായതിനിടയിൽ നടന്ന വലിയ കലാപങ്ങളുടെ കാലത്തൊന്നും തന്നെ മണിപ്പൂർ കത്തിയെരിയുകയും അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനേകായിരങ്ങളുടെ പാർപ്പിടമടക്കം നഷ്ടപ്പെടുകയും ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലൊന്നും തന്നെ അവിടുത്തെ ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ട ബിരേൻ സിംഗ് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എം.എൽ.എമാർ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും കുക്കി വംശജരായ 12 എം.എൽ.എമാരാണ് അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത്. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ബിരേൻ സിംഗ് ഇപ്പോൾ രാജിവെക്കുന്നത്. തൽക്കാലം മറ്റാരെയും മുഖ്യമന്ത്രിയാക്കേണ്ട എന്നുള്ള നിലപാടിലാണ് കേന്ദ്രത്തിലെ ബി.ജെ.പി നേതൃത്വം നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭ പിരിച്ചുവിട്ട് അവിടെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാം. ഇനിയുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് കിരൺ നമുക്ക് ഈ ഘട്ടത്തിൽ ഇനി നോക്കേണ്ടത്. ബി.ജെ.പിക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം അത് ചില്ലറയൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ, തിരക്കിട്ട നീക്കങ്ങൾ, അത് ഏത് തരത്തിൽ ആലോചന എങ്ങനെയാണ് പോകുന്നത്?
നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ബിരേൻ സിംഗിന് എല്ലാ കാലത്തും വലിയ പിന്തുണ നൽകിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ ബിരേൻ സിംഗിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി ബിരേൻ സിംഗ് രാജിവെക്കേണ്ട ഒരു ഘട്ടം വന്നത് അവിടെ ഒരു അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവരികയും കോൺഗ്രസിനാകെ 5 MLA-മാർ മാത്രമാണുള്ളത്. അങ്ങനെ ഒരു പാർട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക, ആ അവിശ്വാസ പ്രമേയത്തിൽ BJP-യുടെ സർക്കാർ വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ സ്വാഭാവികമായും അത് മണിപ്പൂരിന്റെ ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, ഇന്ത്യയിലാകെ അത് BJP-ക്ക് വലിയൊരു നാണക്കേട്, പ്രത്യേകിച്ച് ഡൽഹിയൊക്കെ വിജയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ അത് ഒരു വലിയ നാണക്കേടിലേക്ക് നീങ്ങും. BJP-ക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. BJP-ക്കുള്ളിൽ നിന്ന് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു വിമത നീക്കം നടക്കുന്നു എന്നത് BJP എന്ന പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതും ദേശീയ തലത്തിൽ പ്രതിച്ഛായ ബാധിക്കുന്നതുമായ ഒന്നാണ്. പക്ഷേ അതിന് പകരം മറ്റാർക്കെങ്കിലും BJP-യിൽ നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഈ MLA-മാർ കൂടി ആവശ്യപ്പെടുന്ന മറ്റാർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നൽകുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തൽക്കാലം BJP കേന്ദ്ര നേതൃത്വം പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഔദ്യോഗികമായ ഒരു പ്രതികരണം BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൂടി പറയേണ്ടി വരും. നിലവിൽ പുറത്തു വന്ന സൂചനകൾ അനുസരിച്ച് അവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുക, തൽക്കാലം നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയാണ് BJP ശക്തമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിലൂടെ ഈ തരത്തിൽ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന MLA-മാരെയും ഭരണത്തിലേക്കും എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാവും BJP-ക്കുള്ളത്. നിലവിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല, അതിന് സമയമുണ്ട്. അത്തരം സമയം, അനുയോജ്യമായ സമയം നോക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ BJP-ക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJP നേതാക്കൾ ആ തരത്തിലേക്കായിരിക്കും നീങ്ങുന്നത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ താൽക്കാലിക ചുമതലയിൽ ബിരേൻ സിംഗ് തന്നെ തുടർന്നുകൊണ്ട് അതിനുശേഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. രാഷ്ട്രപതി ഭരണം എന്നാൽ ഗവർണർ ആയിരിക്കും, അവിടുത്തെ ഗവർണർ അജയ് സിംഗ് ഭല്ലേക്കായിരിക്കും ഭരണ ചുമതല ഉണ്ടാവുക. അതിനുശേഷം മണിപ്പൂരിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക, അത്തരം ഒരു നീക്കത്തിലേക്കാണ് അത്തരം ഒരു ആലോചനയ്ക്കാണ് മേൽക്കൈ ഉള്ളതെന്നാണ് അറിയുന്നത്. എന്നാൽ മറിച്ച് മറ്റാരെങ്കിലും നിലവിലുള്ള MLA-മാരിൽ മറ്റാരെങ്കിലും BJP-ക്ക് ഈ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമില്ല. 2022-ലായിരുന്നു മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ നിയമസഭയ്ക്ക് ഇനിയും കാലാവധി ഉണ്ട്. നിലവിൽ തന്നെ അവിടെ പുതിയ മന്ത്രിസഭ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകണോ അതോ തൽക്കാലം BJP-യിൽ നിന്ന് തന്നെ മറ്റൊരു MLA മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ബിരേൻ സിംഗിനെ പോലെ കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസമുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ടുവരുന്നതിനോട് തൽക്കാലം കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരക്കിട്ട നിർണായകമായ നീക്കങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ഇപ്പോൾ ഉള്ള നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതുതായി വരുന്നത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു.